രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് കാണാനിടയായി. ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രവീൺ സാറിൻ്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു മീറ്റ് നടത്തുന്നു എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ. ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലുമൊക്കെ വേണമല്ലോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തോമസ് പള്ളിത്താഴത്ത്, 64 വയസ്സ്. 2000 മുതൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരു കണ്ടെയ്നർ ലോറിയുമായിട്ട് ഞാൻ സഞ്ചരിക്കുകയായിരുന്നു. 50-ാമത്തെ വയസ്സിൽ കുറേശ്ശെ കാൽമുട്ട് വേദനയും കുറച്ച് കൊളസ്ട്രോളിൻ്റെ ആരംഭവും മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായി. അന്ന് ഞാൻ ചിന്തിച്ചു, മക്കളുടെ വിദ്യാഭ്യാസം കഴിയുന്നതുവരെയെങ്കിലും ജോലി ചെയ്തേ മതിയാവൂ. ജോലി ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. അങ്ങനെ അതിരാവിലെ ഞാൻ എൻ്റെ കണ്ടെയ്നർ ലോറിയുമായിട്ട് എവിടെയാണോ എത്തുന്നത്, അത് ബോംബെയിലാണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും റോഡ് വക്കിൽ സൈഡാക്കി നിർത്തി 2-3 കിലോമീറ്റർ ഓടുകയും നടക്കുകയും ഒക്കെ ഒരു ശീലമാക്കി മാറ്റി. ക്രമേണ ഓട്ടത്തിൻ്റെ ദൈർഘ്യം കൂടിക്കൂടി വന്ന് 10 കിലോമീറ്ററൊക്കെ ഓടാൻ തുടങ്ങി. അങ്ങനെ 50-ാമത്തെ വയസ്സ് വരെ സ്പോർട്സുമായി യാതൊരുവിധ ബന്ധവുമില്ലായിരുന്നു ഞാൻ ഒരു മാരത്തണോട്ടക്കാരനായി മാറുകയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മാരത്തണുകളിലും ഏജ് കാറ്റഗറിയിൽ സ്വർണം വരെ നേടുകയും ചെയ്തു. ഇപ്പോൾ ഈ 64-ാമത്തെ വയസ്സിലും യാതൊരുവിധ അസുഖങ്ങളുമില്ലാതെ ആരോഗ്യത്തോടെ ഞാൻ എൻ്റെ ജോലി തുടരുന്നു. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി വ്യായാമം തുടങ്ങാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന എൻ്റെ അനുഭവം. അതുപോലെ തന്നെ 40-ാമത്തെ വയസ്സിൽ എൻ്റെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നോ അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അതിനേക്കാൾ മികച്ച അവസ്ഥയിൽ ഈ 64-ാമത്തെ വയസ്സിലും തുടർന്ന് കൊണ്ടുപോകുന്നതിൻ്റെ രഹസ്യങ്ങൾ മറ്റുള്ളവരെ കൂടി അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ട്രാക്കിലും എന്ന പേരിൽ എൻ്റെ അനുഭവക്കുറിപ്പുകൾ ഒരു പുസ്തക രൂപത്തിലാക്കി മാറ്റി. വയോജനങ്ങളുടെ കൂട്ടായ്മയെപ്പറ്റി, വയോജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെപ്പറ്റി ഡോക്ടർ പ്രവീൺ സാർ ചിന്തിക്കുന്നു എന്ന് കേട്ടപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. 23-ാം തീയതി കൊച്ചിയിൽ വെച്ച് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം തോമസ് പള്ളിത്താഴത്ത്.